إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും ആജ്ഞാകൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാരത്രിക ലോകത്തെ സ്വർഗം ലഭിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഐഹിക ജീവിതത്തിൽ തന്നെ അതിനവസരം ലഭിച്ച 10 പേരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വേറെ പല സന്ദർഭങ്ങളിലായി വേറെയും ചില സ്വഹാബികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ സ്വർഗത്തിലാണ് എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ടെങ്കിലും 10 പേരെ ഒന്നിച്ചു പറഞ്ഞുകൊണ്ട് അവിടുന്ന് സന്തോഷവാർത്ത അറിയിക്കുകയുണ്ടായി. അബൂബക്രിൻ ഫിൽ ജന്ന, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. അലിയുൻ ഫിൽ ജന്ന, വതുൽഹ ഫിൽ ജന്ന, വസുബൈറു ഫിൽ ജന്ന, വഅബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന, വസഅദ് ഇബ്നു അബി വഖാസ് ഫിൽ ജന്ന, വസഈദ് ഇബ്നു സയ്ദ് ഫിൽ ജന്ന, വഅബൂ ഉബൈദത്തുൽ ജറാഹ് ഫിൽ ജന്ന. സഹോദരങ്ങളെ, ഈ 10 പേരിൽ പല പോരിശകളാലും നാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടുന്ന സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അബൂ ഇസ്ഹാഖ് സഅദ് ഇബ്നു മാലിക് അസ്സുഹരി അൽ ഖുറശി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. വിശ്വാസികളുടെ നാവുകളിൽ എക്കാലഘട്ടത്തിലും ധാരാളമായി ആവർത്തിച്ചു വരുന്ന ഒരു നാമമാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്ന നാമം. മുസ്ലിമീങ്ങൾ അത്രമേൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. തന്റെ 17ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ 78ാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെയുള്ള സംഭവ ബഹുലമായ ജീവിത ചരിത്രം വിശ്വാസികൾക്ക് ഏറെ ആവേശം നൽകുന്നതും ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് മാതൃക കാണിക്കുന്നതുമായിരുന്നു എന്ന്
അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറെ പോരിശകളും മഹത്വങ്ങളുമുള്ള അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം ഒരു വിശ്വാസിയും അറിയാതെ പോയിക്കൂടാ. കൗമാരത്തിന്റെ ചാബല്യമായ കളി വിനോദങ്ങളിൽ നിന്നകന്ന് അമ്പുകൾ നിർമ്മിച്ചും കേടുവന്ന വില്ലുകൾ നന്നാക്കിയും ജീവിതം ചെലവഴിക്കുകയായിരുന്നു അദ്ദേഹം. ചുറ്റുപാടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ശക്തമായ അമർഷമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സത്യത്തിനു വേണ്ടി മനസ്സ് വെമ്പൽ കൊള്ളുന്ന ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നർത്ഥം. അദ്ദേഹത്തിന്റെ 17-ാമത്തെ വയസ്സിൽ സത്യത്തിന്റെ പ്രകാശം, ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം അദ്ദേഹത്തിന്റെ ഹൃദയാന്തരാളങ്ങളിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. അദ്ദേഹം തൊട്ടു മുമ്പുണ്ടായ ചില സംഭവങ്ങൾ അയവിറക്കുന്നുണ്ട്. റഅയ്തു ഫിൽ മനാം, ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. ഖബ്ല അൻ ഉസ്ലിം, ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ്. കഅന്നി ഫി ദുൽമ ലാ ഉബ്സിറു ഷൈഅ, ഞാൻ എവിടെയോ ഒരു കൂരിരുട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. അന്ധകാരത്തിൽ ആഴത്തിലേക്ക് ഞാൻ ഊഴ്ന്നിറങ്ങുകയാണ്. ലാ ഉബ്സിറു ഷൈഅൻ, എനിക്കൊന്നും കാണുന്നില്ല. ഇത് അല്ലാഹു അലി ഖമർ, പെട്ടെന്നതാ എന്റെ മുന്നിൽ ഒരു ചന്ദ്രോദയമുണ്ടാകുന്നു. ഞാൻ ഇരുട്ടിൽ നിന്ന് പതിയെ ആ ചന്ദ്രന്റെ വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങി. അവിടെ എത്തിയപ്പോൾ ഫകഅന്നി അൻളുറു ഇലാ മൻ സബഖനി ഇലാ ദാലിക്കൽ ഖമർ, എനിക്ക് മുമ്പേ അവിടെ എത്തിച്ചേർന്ന ചില ആളുകളെ ഞാൻ കാണുകയുണ്ടായി. ഫഅൻളുറു, ഞാൻ നോക്കിക്കണ്ടപ്പോൾ ഇലാ സെയ്ദ് ഇബ്നു ഹാരിസ, പ്രവാചകന്റെ വളർത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഒന്ന്. വഅലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു മറ്റൊന്ന്. വഅബീ ബക്രിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. ഞാൻ അവരോട് ചോദിച്ചു, മത്തൻ തഹൈത്തും ഇലാ ഹുന, നിങ്ങൾ എപ്പോഴാണ് ഈ വെളിച്ചത്തിലേക്ക് എത്തിയത്? അവർ പറഞ്ഞു, 1 മണിക്കൂർ മുമ്പ്. ഞാൻ സ്വപ്നത്തിൽ നിന്നുണർന്നു. ആ വെളിച്ചം അന്വേഷിക്കുകയായിരുന്നു എന്റെ മനസ്സ്. അന്നു തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്ന വാർത്ത എന്റെ കാതുകളിൽ അലച്ചു. ഞാൻ നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്നു. ഫലഖീതഹു ഫീ ശഅബി അജിയാദ്, അജിയാദിന്റെ പ്രദേശത്തിലൂടെ പ്രവാചകൻ അടുക്കൽ ചെന്ന് പ്രവാചകൻ അസ്ർ നമസ്കരിക്കുകയായിരുന്നു. പ്രവാചകന്റെ നമസ്കാരം കഴിഞ്ഞ് ഫഅസ്ലംതു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. ഫമാ തഖദ്ദമനി അഹദുൻ ഇല്ലാഹും, ഞാൻ സ്വപ്നത്തിൽ കണ്ട 3 പേരല്ലാതെ മറ്റാരും അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ സ്വീകരിക്കുന്നതോടുകൂടി ജീവിതമാകെ മാറുകയാണ്. ചെറുപ്പത്തിൽ തന്നെ നന്മയുടെ വക്താവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം മാതാവിന് ഇഷ്ടപ്പെട്ടില്ല. അവർ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, സഅംത അന്ന അല്ലാഹ വസ്സാക ബിവാലിദൈക വഅന ഉമ്മുക വഅന അമുറുക ബിഹാദാ, മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണല്ലോ നീ സ്വീകരിച്ചിട്ടുള്ള ഈ മതം പറയുന്നത്. എങ്കിൽ ഞാൻ നിന്റെ ഉമ്മയാണ്, നീ എന്നെ അനുസരിക്കണം. നീ ഒരിക്കലും ആ മതത്തിൽ പോകാൻ പാടില്ല. നീ ആദർശം വെടിയണം, ഞാൻ പറഞ്ഞതനുസരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി വെള്ളം കുടിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല. വെയിലത്ത് നിന്ന് ഞാൻ പൊരിഞ്ഞു വീണു മരിക്കും. യാ ഖാതില ഉമ്മ, ഉമ്മയെ കൊന്നവനെ എന്ന് ആളുകൾ നിന്നെ വിളിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ അല്പം ചിന്തിച്ച മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആദർശത്തിൽ ഉറച്ചു നിന്ന് ശിർക്കിനെതിരെ ആര് പറഞ്ഞാലും ശിർക്കിനെതിരെ പോരാടണമെന്ന, തൗഹീദ് ഉൾക്കൊള്ളണമെന്ന ആദർശബോധത്തോടെ പറയുന്ന വാചകം ഹദീസുകളിൽ നമുക്ക് കാണാം. യാ ഉമ്മ തഅലമീന വല്ലാഹി ലൗ കാനത് ലകി 100 നഫ്സ് ഫഖറജത് നഫ്സൻ നഫ്സ മാ തറക്തു ദീനി ലിഹാദാ ലിശൈഇൻ ഫഇൻ ശിഅതി ഫകുലി വഇൻ ശിഅതി ലാ തഅകുലി. മഹാനായ സഅദിന്റെ വാചകങ്ങളാണ്. യാ ഉമ്മ, എന്റെ പൊന്നുമ്മ, തഅലമീന വല്ലാഹി ലൗ കാനത് ലക് 100 നഫ്സ്, ഉമ്മ നിങ്ങൾക്ക് 100 ആത്മാവുണ്ടെന്ന് സങ്കല്പിക്കുക. 100 ആത്മാവും എന്നോട് ഓരോന്നോരോന്നായി ഇഞ്ചിഞ്ചായി ഇവിടെ പറഞ്ഞാലും മാ തറക്തു ദീനി ലിഹാദാ ലിശൈഇൻ, എന്റെ ഈ ആദർശം ഞാൻ ഒരാൾക്ക് വേണ്ടിയും മാറ്റി നിർത്തുകയില്ല. ഫഇൻ ശിഅതി ഫകുലി വഇൻ ശിഅതി ലാ തഅകുലി ഫഅകലത്. ഉമ്മ, വേണമെങ്കിൽ നിങ്ങൾ തിന്നുക, വേണ്ടെങ്കിൽ നിങ്ങൾ തിന്നണ്ട. അല്പ ദിവസങ്ങൾ തിന്നാതിരുന്നുവെങ്കിലും പിന്നീട് വിശന്നപ്പോൾ ആ ഉമ്മ ഭക്ഷണം കഴിച്ചു എന്നും
ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ സഅദ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു എന്നുമാണ് സഹോദരങ്ങളെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇൻ ജാഹദാക, നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെ നിർബന്ധിച്ചാൽ, അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്തൊരു കാര്യത്തിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കണമെന്ന വിഷയത്തിൽ അവർ നിന്നെ നിർബന്ധിച്ചാൽ, ഫലാ തുതിഉഹുമാ, അവരെ രണ്ടുപേരെയും നീ അനുസരിച്ചു പോകരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ഐഹിക ലോകത്ത് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുക. ഭൗതിക ലോകത്ത് നല്ല നിലയിൽ നീ അവരോട് വർത്തിക്കുക. പക്ഷേ വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മാർഗം സ്വീകരിച്ചവരെയാണ് നീ പിൻപറ്റേണ്ടത്. സുമ്മ ഇലയ്യ മർജിഉകും, പിന്നീട് എന്നിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി അന്ന് നാം നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ആയത്ത് ഇറങ്ങുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ പലപ്പോഴും ഇന്ന് മനുഷ്യർ ശിർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ തിന്മകൾ ചെയ്യാൻ, അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ പ്രധാന കാരണം അപ്പോഴാണ് കുടുംബബന്ധം എന്ന ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നത്. എന്തിനാ സ്ത്രീധനം വാങ്ങിയത് എന്ന് ചോദിച്ചാൽ, എനിക്ക് തെറ്റാണെന്നറിയുമായിരുന്നു, എന്റെ ഉമ്മ നിർബന്ധിച്ചപ്പോ, എന്റെ അമ്മാവൻ പറഞ്ഞപ്പോ എന്നാണ് പലരും പറയാറുള്ളത്. ബിദ്അത്തുകളിലും ഖുറാഫാത്തുകളിലും ശിർക്കിലും തിന്മകളിലും അകപ്പെട്ടു പോകുന്ന മനുഷ്യർ പറയുന്നൊരു പ്രധാന ന്യായമാണ്, ഇങ്ങനെ ആകുമ്പോ എല്ലാവരും അത് ചെയ്യുമ്പോ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കും, ഉപ്പയും ഉമ്മയും നിർബന്ധിക്കുമ്പോ അവർ പറഞ്ഞത് അനുസരിക്കണ്ടേ എന്ന വല്ലാത്തൊരു ചിന്ത, ന്യായം മനുഷ്യരുടെ മനസ്സിൽ കടന്നു വരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ പ്രധാന തത്വമാണ് ഇന്നമത്വാഅതു ഫിൽ മഅറൂഫ്, നന്മയുടെ കാര്യത്തിൽ മാത്രമേ ഒരാൾ മറ്റൊരാളെ അനുസരിക്കൽ അനുവദനീയമുള്ളൂ. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് ഒരു പടപ്പിനെയും അനുസരിക്കാൻ പാടില്ല. അത് ഉമ്മയാണെങ്കിലും അത് ഉപ്പയാണെങ്കിലും ആരെയും പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അനുസരിക്കാൻ പാടില്ല എന്ന തത്വം മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നേരിട്ടല്ലെങ്കിലും വകയിൽ അമ്മാവനായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനായിരുന്നു മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. വകയിലെ അമ്മാവനാണെങ്കിലും ഒരു അഭിമാനത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഇടയ്ക്കിടെ പറയുമായിരുന്നു, ഹാദാ ഖാലി ഫൽയുർനി ഇംറുഉൻ ഖാലിഹ്, ഇത് എന്റെ അമ്മാവനാണ്, ഇതുപോലൊരു അമ്മാവനെ നിങ്ങൾ കാണിച്ചു തരുമോ? ഇത് എന്റെ അമ്മാവനാണ്, ഇതുപോലെ ഈമാനും തഖ്വയുമുള്ള അമ്മാവന്മാരുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സ്വഹാബികളെ കുറിച്ചും സംതൃപ്തനായിരുന്നുവെങ്കിൽ 6 പേരെ പ്രത്യേകം തൃപ്തിപ്പെട്ടിരുന്നു എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം തൃപ്തിപ്പെട്ട 6 പേരിൽ ഒരാളായിരുന്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. മജൂസിയുടെ കുത്തേറ്റ് ആകെ പ്രയാസപ്പെട്ട് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഇനി ആരെ ഖലീഫയാക്കും എന്ന് ചിന്തിക്കുകയും അദ്ദേഹം 6 പേരെ അവർക്ക് വേണ്ടി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരുന്ന ഈ 6 പേരെ കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, സുബൈർ ഇബ്നു അവ്വാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്. ഈ 6 പേരുടെ പേര് കൊടുത്ത് ഇതിലൊരാളെ നിങ്ങൾ എനിക്ക് ശേഷം ഭരണാധികാരിയായി, ഖലീഫയായി, അമീറായി സ്വീകരിച്ചു കൊള്ളുക എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഇൻ വലിയഹ സഅദുൻ ഫദാക്, സഅദാണ് നിങ്ങൾക്ക് അധികാരിയായി വരുന്നതെങ്കിൽ ഓക്കെ, വഇൻ വലിയഹ ഗൈറഹ, വേറെ ഒരാളാണെങ്കിൽ ഫല്യസ്തഇൻ ബിസഅദിൻ, അത് സഅദിനോട് ചോദിച്ചിട്ടായിരിക്കണം. വേറെ ഒരാളാണെങ്കിൽ സഅദിനോട് ആ വിഷയത്തിൽ സഹായം തേടണം എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മദീനയിലേക്ക് ആദ്യം ഹിജറ പോയവരിൽ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അവ്വലു മൻ ഖദിമ അലൈനാ മുസ്അബ് ബിൻ ഉമൈർ വബിൻ ഉമ്മി മക്തൂം. അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂമും മുസ്അബ് ബിൻ ഉമൈറുമാണ് ഞങ്ങൾ മദീനയിലായപ്പോൾ ആദ്യമായി ഞങ്ങളിലേക്ക് വന്നത്. വകാന യുഖ്രിആനിൻ നാസ്, അവർ രണ്ടുപേരുമായിരുന്നു ജനങ്ങൾക്ക് ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഫഖദിമ ബിലാലുൻ വസഅദുൻ വഅമ്മാർ ഇബ്നു യാസിർ, പിന്നീട് ഞങ്ങളിലേക്ക് സഅദും അമ്മാറും അതുപോലെ തന്നെ ബിലാലും വരികയുണ്ടായി. സുമ്മ ഖദിമ ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ 20 മിൻ അസ്ഹാബി റസൂലില്ലാഹ്, പിന്നീട് 20 പേരുമായി ഉമർ റളിയല്ലാഹു അൻഹുവും വരികയുണ്ടായി. സുമ്മ ഖദിമൻ നബിയു, പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അമ്പെയ്ത്തിലും കുതിരസവാരിയിലും മുസ്ലിമീങ്ങൾക്ക് പരിശീലനം നൽകിയ ഒരു പരിശീലകനായിരുന്നു മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായി. ഫശഹിദ ബദറൻ ഉഹദൻ വൽ ഖന്ദഖ്, ബദറിലും ഉഹദിലും ഖന്ദഖിലും എന്നുവേണ്ട വഗൈറഹ മിൻ മആരിക്കിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ നേതൃത്വം നൽകിയ മുഴുവൻ യുദ്ധങ്ങളിലും, ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന മുഴുവൻ യുദ്ധങ്ങളിലും മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. ചില യുദ്ധങ്ങളിൽ അദ്ദേഹം സേനാ നായകനായിരുന്നു. ബദറിലും ഉഹദിലും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. അദ്ദേഹം അസ്ത്രം നിർമ്മിക്കാൻ മാത്രമല്ല, അത് കുറിക്കുകൊള്ളുന്ന രൂപത്തിൽ, ഉന്നം തെറ്റാത്ത രൂപത്തിൽ പ്രയോഗിക്കാനും പഠിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അസ്ത്രപ്രയോഗം നടത്തിയ അമ്പെയ്ത ആദ്യത്തെ വ്യക്തിയായിരുന്നു മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇന്നി ലഅവ്വലുൽ അറബി റമാ ബിസഹ്മിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആദ്യമായി അമ്പെയ്ത വ്യക്തി ഞാനായിരുന്നു. വകുന്നാ നഗ്സു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കൂടെ ഞങ്ങളന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് വമാലനാ തുആമുൻ ഇല്ലാ വറഖു ശജർ, മരത്തിന്റെ ഇലയല്ലാതെ ഞങ്ങൾക്കൊന്നും ഭക്ഷണമായി ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാതിരിക്കുക വഴി ഞങ്ങൾ ആടുകളും ഒട്ടകങ്ങളും കാഷ്ടിച്ചതുപോലെയാണ്. ഹത്താ ഇന്ന ഹദനാ ലയലഉ കമാ യലഉൽ ബഈറു അവിശാത്ത്, ആടും ഒട്ടകങ്ങളും കാഷ്ടിക്കുന്നത് പോലെ പരസ്പര ബന്ധമില്ലാതെയാണ്, ദ്രാവകം കുറഞ്ഞ് ഖരവസ്തുവായി മുറിഞ്ഞാണ് ഞങ്ങൾ കാഷ്ടിച്ചത് എന്ന് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. യുദ്ധങ്ങളിൽ തന്റെ അസ്ത്രം ഓരോന്നും മുശ്രിക്കിന്റെ ജീവനെടുത്താണ് തറപറ്റിയത്. ഇത്തരം അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന് ആവേശം പകർന്നുകൊണ്ട് പലതും പറയാറുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിന് മാത്രമേ തന്റെ മാതാവിനെയും തന്റെ പിതാവിനെയും ഒരുമിച്ച് ചേർത്തി പറഞ്ഞ്, ഇതാ എന്റെ ഉപ്പയെയും ഉമ്മയെയും നിനക്ക് തരാം, അമ്പയു സഅദ് എന്ന് പറഞ്ഞത് സഅദിന് വേണ്ടി മാത്രം. അബ്ദുല്ലാഹ് ഇബ്നു സഅദ് ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടു, മാ ജമഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബവൈഹി ലിഅഹദിൻ ഗൈറ സഅദ് ഇബ്നു മാലിക്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയല്ലാതെ എന്റെ ഉപ്പയെയും ഉമ്മയെയും ഒരുമിച്ച് തരാം എന്ന് ചേർത്തി പറഞ്ഞത് വേറെ ഉണ്ടായിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുമായിരുന്നു, യാ സഅദ് ഇർമി ഫിദാക അബി വ ഉമ്മി, യാ സഅദ് പുന്നാര സഅദേ ഇർമി അംബയു സഅദ് ഫിദാക അബി വ ഉമ്മി, പകരം എന്റെ ഉമ്മയെ തരാം, എന്റെ ഉപ്പയെ തരാം. അറബികൾ ഏറ്റവും അധികം സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ എന്തും തരാൻ റെഡിയാണ് എന്ന് പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പദപ്രയോഗം റസൂലുള്ള പറയുകയാണ്, ഇർമി ഫിദാക അബി വ ഉമ്മി, സഅദ് അംബയു, എന്റെ ഉമ്മയും ഉപ്പയും നിനക്ക് പകരമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന് ആവേശം പകർന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിട്ടും പ്രവാചകന് ചില ബേജാറുകൾ. ആരെങ്കിലും തന്നെ ആക്രമിക്കുമോ? കാരണം തന്നെ പിടികൂടാൻ നിന്നവരിൽ നിന്ന് ഒളിച്ചോടി ഹിജറ വന്ന് മദീനയിൽ എത്തിയിരിക്കുകയാണ്. ദിവസങ്ങളോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈത റജുലൻ സാലിഹൻ മിൻ അസ്ഹാബി യഹ്റുസുനിൽ ലൈല, ഇന്ന് രാത്രിയെങ്കിലും എനിക്കൊന്ന് നന്നായി ഉറങ്ങാൻ ഏതെങ്കിലും ഒരാൾ എനിക്കൊന്ന് കാവലിരിക്കാനുണ്ടായിരുന്നെങ്കിൽ. ഇത് സമിഅന സൗതസ്സലാഹ് പറഞ്ഞു തീരും മുമ്പ് അതാ ആയുധത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. ആരാണ്? മൻഹാദ, ആരാണ് വരുന്നത്? ഖാല സഅദ് അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഞാനാണ്, സഅദാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റസൂൽ, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എനിക്കൊരു തോന്നൽ, താങ്കൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടാകുമോ എന്ന്. അല്ലാഹു തോന്നിപ്പിക്കുകയാണ്. അദ്ദേഹം ഓടി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, റസൂൽ, അങ്ങക്ക് കാവൽ നിൽക്കാൻ വന്നതാണ് ഞാൻ, ഇന്ന് താങ്കൾ ശരിക്കുറങ്ങണം യാ റസൂൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാമ,
അവിടെ നുറങ്ങി. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന് പ്രവാചകൻ അങ്ങ് ശരിക്കുറങ്ങിയിട്ട് ഉറക്കത്തിൽ പ്രവാചകന്റെ ശ്വാസം വിടുന്ന ശബ്ദം ശക്തമായ രീതിയിൽ ഞാൻ കേട്ടിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, രോഗബാധിതനായി കിടന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 8-ാം വർഷം. അദ്ദേഹത്തിനധികം പ്രായമില്ല. പക്ഷേ അദ്ദേഹം മരണാസന്നനാകുമോ എന്ന് അദ്ദേഹത്തിന് ഭയം. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂൽ, എനിക്ക് ധാരാളം സ്വത്തുണ്ട്. എനിക്കാകട്ടെ ഒരു പെൺകുട്ടി മാത്രമാണ് അനന്തരാവകാശിയായിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ ആളുകൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ അരുത് യാ സഅദ്. അദ്ദേഹം ചോദിച്ചു, ഫശത്ർ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ കൊടുക്കട്ടെ പ്രവാചകരെ? റസൂലുള്ള പറഞ്ഞു, ലാ, പാടില്ല സഅദ്. ഞാൻ ചോദിച്ചു, വസ്സുലുസ്, 1/3 കൊടുക്കട്ടെ പ്രവാചകരെ? ഖാല, റസൂലുള്ള പറഞ്ഞു, ഫസ്സുലുസ് വസ്സുലുസു കസീർ. അതെ, 1/3 കൊടുക്കൂ, അത് തന്നെ ധാരാളമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നക അൻ തദഅ വറസതക അഗ്നിയാ ഖൈറും മിൻ അൻ തദഅഹും ആലതൻ യതകഫഫൂന അന്നാസ ഫീ ഐദീഹിം. നിന്റെ കുടുംബത്തെ ദരിദ്രരായി വിട്ടേക്കുന്നതിനേക്കാളും ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്നവരായി വിട്ടേക്കുന്നതിനേക്കാളും നിനക്ക് നല്ലത് ഐശ്വര്യവാന്മാരായി ജീവിക്കാൻ കഴിയുന്ന രൂപത്തിൽ വിട്ടേക്കലല്ലേ? അദ്ദേഹം വീണ്ടും പ്രവാചകൻ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, അസ്സല്ലാഹു അയ്യർഫഅക, അല്ലാഹു നിന്നെ ഈ രോഗത്തിൽ നിന്ന് ശിഫ നൽകട്ടെ, നിന്റെ ആയുസ്സിന് വർധന ഉണ്ടാകട്ടെ. ഫയൻതഫിയ ബികന്നാസ്, ഇനിയും ജനങ്ങൾക്ക് നിന്നെ കൊണ്ടുള്ള ഉപകാരമുണ്ടാകട്ടെ. വയുളറ ബിക ആഖറൂൻ, വേറെ ചിലർക്ക് നിന്നെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ. വലം യകുല്ലഹു യൗമഇദിൻ ഇല്ല ബിന, അന്ന് അദ്ദേഹത്തിന് വെറും ഒരു പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 15ഓളം മക്കളുള്ളവനായി പിന്നീട് അദ്ദേഹം ആ രോഗത്തിൽ നിന്ന് മാറുകയും ധാരാളം മക്കളെ കൊണ്ട് സമ്പുഷ്ടനായ ഒരു പിതാവായി മാറുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘവീക്ഷണം അവിടെയുണ്ട്, പ്രവാചകന്റെ പ്രാർത്ഥന അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് അത് ഫലം ചെയ്യുന്നുണ്ട്. പിന്നീട് ധാരാളം യുദ്ധങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരവും മുശ്രിക്കുകൾക്ക് ശത്രുതയുമായി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. തന്റെ ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥിച്ച് നേടിയ വ്യക്തി എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹം എന്തോ വലിയൊരു ആഗ്രഹം പ്രാർത്ഥിക്കുന്നത് കേട്ടു. ഇത് കേട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മസ്തജിബ് ലി സഅദിൻ ഇദാ ദഅാക്. അല്ലാഹുവേ, സഅദ് നിന്നോട് എന്ത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇസ്തജിബ് ലി സഅദിൻ, സഅദിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണേ. ഇദാ ദഅാക, അവൻ നിന്നോട് എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം കൊടുക്കണേ എന്ന് മഹാനായ പ്രവാചകൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതൊക്കെയും നേടുകയും ചെയ്ത മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദാരുണമായ അന്ത്യത്തിനൊടുവിൽ മുസ്ലിമീങ്ങൾ 2 കക്ഷികളാകാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതാര്? കണ്ടെത്തിയിട്ടു മതി ഇനി ഒരു ഖലീഫ എന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അല്ല, ഒരു ഭരണാധികാരി വേണം, ഒരു അമീർ വേണം, അതിന്റെ കീഴിൽ അന്വേഷണം നടത്താം എന്നായിരുന്നു മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഇരു വിഭാഗവും തമ്മിൽ സംഘട്ടനത്തിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോൾ ചിലർ ചോദിച്ചു, സഅദ്, താങ്കൾ ഏത് വിഭാഗത്തിന്റെ ഒപ്പമാണ് കൂടുന്നത്? ഞാൻ ആരുടെ കൂടെയുമില്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൂടെ താങ്കൾ ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോ, ലാ, ഒരിക്കലുമില്ല. 2 കണ്ണുകളും ഒരു നാവുമുള്ള ഒരു വാള് നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരണം. എന്നിട്ട് ആ വാള് എല്ലാവരെയും നോക്കിയിട്ട് എന്നോട് വിളിച്ചു പറയണം, ഹാദാ മുസ്ലിം വഹാദാ കാഫിർ, ഹാദാ മുസ്ലിം വഹാദാ കാഫിർ എന്നൊരു വാള് എന്നോട് വിളിച്ചു പറഞ്ഞല്ലാതെ ഞാൻ വാളെടുക്കുകയില്ല എന്ന് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയും ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന നിലക്ക് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മകൻ മുസ്അബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റഅസുഹു ഫി ഹിജ്രി, എന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അദ്ദേഹം. ഫബകൈതു, ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഫറഫഅ റഅസഹു ഇലയ്യ, കിടക്കുന്നിടത്ത് നിന്ന് തല ഉയർത്തി എന്റെ പൊന്നുപ്പ എന്നോട് പറഞ്ഞു, ഐ ബുനയ്യ മാ യുബ്കീക്, എന്താ മോനെ ഈ സമയത്ത് ഒരു കരച്ചിൽ? ഖുൽതു ലിമകാനിക വമാ അറാബിക്, ഉപ്പ, നിങ്ങൾ ഈ അവസ്ഥ കാണുമ്പോ, മരണാസന്നനായി കിടക്കുന്നത് കാണുമ്പോ സങ്കടം കൊണ്ട് കരയുകയാണ്. ഖാല, അപ്പൊ ഉപ്പ പറഞ്ഞു, ലാ തബ്കി, കരയല്ലേ മോനെ, ഫഇന്നല്ലാഹ ലാ യുഅസിബുനി അബദാ,
എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുകയില്ല, വ ഇന്നി മിൻ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗത്തിലാണ് മോനെ എന്ന ശുഭപ്രതീക്ഷയോടെ ഒരാൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അല്ലാഹു കൊടുക്കുന്ന നേരം എന്ന് റസൂലുള്ള പറഞ്ഞ ആ ശുഭപ്രതീക്ഷയോടെയാണ് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണത്തെ നേരിടുന്നത്. മരണാസന്നനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും അധികം ശക്തമായി പോരാടിയത് ബദറിലായിരുന്നു. അന്ന് എനിക്ക് കൂടെ ഒരു കമ്പിളി പുതപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കൊണ്ടുവരണം, അതിലായിരിക്കണം എന്നെ കഫൻ ചെയ്യേണ്ടത് എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹിജ്റ 55 തന്റെ 78ാമത്തെ വയസ്സിൽ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ മദീനയിലെ ബഖീഇൽ തന്നെ ഖബറടക്കണമെന്ന് പറയുകയും തദടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബഖീഇൽ ഖബറടക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, ആ സഅദ് പോയ സ്വർഗത്തിൽ പോകാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് എന്ന് നോക്കുകയും വിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും കൃത്യത വെച്ച് പുലർത്താൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സാഗര തുല്യമായ ജീവിത ചരിത്രത്തിൽ നിന്ന് ഒരു കുടം വെള്ളം മാത്രമാണ് ജുമുഅ ഖുത്ബയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ പലയിടങ്ങളിൽ ഗവർണറായി മാറി മാറി നിൽക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ പേർഷ്യക്കാർ മുസ്ലിമീങ്ങൾക്കെതിരെ സൈന്യ സജ്ജീകരണം നടത്തുന്നുണ്ടെന്ന വാർത്ത അറിയുകയും ഇറാഖിൽ നിന്നും മുസ്ലിമീങ്ങളെ തുരത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവർക്കെതിരെ ജിഹാദിന് പുറപ്പെടേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും മദീനയിൽ 7000 വരുന്ന ഒരു സൈന്യത്തെ സംഘടിപ്പിക്കുകയും നേതൃത്വം ഓരോരുത്തരും സ്വയം വഹിക്കണമെന്ന് ആദ്യം അഭിപ്രായമുണ്ടാവുകയും അത് ശരിയല്ലെന്നും 3 പേരുണ്ടെങ്കിൽ ഒരാൾ അമീറാകണം എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം മുന്നോട്ട് വരികയും ആരെ അമീറാക്കുമെന്ന ചിന്തയിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ അമീറാക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടം നടന്ന് പേർഷ്യക്കാരുടെ ആനപ്പടക്ക് മുമ്പിൽ ഉറച്ചുനിന്ന് മുസ്ലിമീങ്ങൾക്ക് അന്തിമ വിജയം ലഭിക്കുകയും ബാബിലോണിയ, മദിയൻ എന്നീ പ്രദേശങ്ങളിൽ ഇറങ്ങുകയും ഇറാഖിനെയും പേർഷ്യൻ രാഷ്ട്രത്തിന്റെ വിവിധ പ്രദേശങ്ങളും മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളെ ഒരു നിമിഷത്തേക്ക് പോലും മാറ്റി നിർത്തരുതേ എന്നും സദാസമയവും കൂടെ ചേർത്ത് പിടിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تطرد الذين يدعون ربهم بالغداة والعشي. രാവിലെയും വൈകുന്നേരവുമൊക്കെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ പട്ടിണി പാവങ്ങളെ മാറ്റി നിർത്തല്ലേ പ്രവാചകരെ. യുരീദൂന വജ്ഹഹു, അവർ അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണത് ചെയ്യുന്നത് എന്ന ആയത്ത് എന്റെയും എന്നെപ്പോലുള്ള സ്വഹാബിമാരുടെയും വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്ന് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസിൽ സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് പണ്ഡിതന്മാർ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിലുള്ള ചില സന്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവ വേഗത്തിൽ പറഞ്ഞു പോകാം. 1, ചെറുപ്പം മുതൽ സത്യത്തിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹമായിരുന്നു ആ പിഞ്ചു ബാലന്റെ മനസ്സിലെന്നതാണ്. 2, സത്യം ബോധ്യപ്പെട്ട ഉടൻ തന്നെ അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹം കാണിച്ചു എന്നതാണ്. 3, ശിർക്കിനെതിരെ ആരോടും സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കാൻ തയ്യാറാകണം എന്ന പ്രതിജ്ഞയായിരുന്നു. 4, പ്രവാചകനെ സംരക്ഷിക്കാൻ എപ്പോഴും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു എന്നതാണ്. 5, ഇസ്ലാമിന്റെ സംരക്ഷണത്തിനു വേണ്ടി തന്റെ എല്ലാ അറിവും കഴിവും
താൻ പഠിച്ച മുഴുവൻ വിദ്യകളും ഉപയോഗിക്കാൻ ഒരാൾ ശ്രമിക്കണം എന്നതാണ്. 6 വസിയ്യത്തിന്റെ പ്രാധാന്യവും വസിയ്യത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദയും അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത്തരം ജീവിത ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ പ്രവാചകന്റെ അനുചരന്മാർ പോയ ആ സ്വർഗത്തിൽ സന്തോഷത്തോടെ പ്രവേശിക്കാനുള്ള യോഗ്യതയും അർഹതയും ഉള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.